മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചില്ലുമോളെ കാണാനുള്ള യാത്രയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് രോഹിത്, ബബിത, അലീന, രേവതിക്കുട്ടി. ഇവരെല്ലാവരും തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം അലീന ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങാൻ പോവുകയാണോ അതോ ചായ മറ്റോ വേണോ? മറുപടി രോഹിത്, ഒരു ചായ കുടിച്ചിട്ടാവാം. അതിനുശേഷം അവരെല്ലാവരും കൂടി ഹാളിലിരുന്ന് മാമച്ചനങ്ങളുടെയും ഗ്രേസി ആൻ്റെയും അവരുടെ ഫോണിലെടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിക്കുന്നു. ചിന്നുമോളുടെ പുതിയ ഫോട്ടോസും വീഡിയോസും കണ്ട ശേഷം ഗ്രേസി ആൻ്റി പറയുന്നുണ്ട്, അവള് വലിയ കുട്ടിയായി, അന്ന് കണ്ടതിലും ഒരുപാട് വളർന്നു. എന്നാൽ ഇത് കേൾക്കുന്ന മാമച്ചനങ്ങള് കളിയാക്കിക്കൊണ്ട്, പിന്നെ പിള്ളേരെപ്പോഴും ചെറുതായി തന്നെ ഇരിക്കുമോ? ഇത്രയും കേട്ടപാടെ ഗ്രേസി ആൻ്റി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതാണേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇതേ സമയം മനുഷ്യന്റെ വീട്ടില് അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും ചേർന്നിരുന്ന് ചായ കുടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വൈജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയോടെ രഞ്ജു പറയുന്നു, ആൻറ്റി, ഞാൻ ഇന്നലെ ബബിതയെ വിളിച്ചിരുന്നു. അവരെല്ലാവരും കൂടി എറണാകുളത്ത് പോയ വിവരം എൻ്റെ അടുത്ത് പറഞ്ഞു. രഞ്ജിനി ഇപ്പോൾ മറ്റൊരു വിവരം വൈജയോടെ പറയുന്നു, ആൻറ്റി, ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത വഴിക്ക് ബബിത എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. അലീന ചേച്ചി ബാലനങ്ങളുടെ മകളാണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എന്നാൽ അതങ്ങനെയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. ഇത് കേൾക്കുന്ന കമല, അത് കൊല്ലത്തൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ മകളാണ് അലീന എന്നല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് സത്യമല്ലെന്നാണ് രഞ്ജിനി പറയുന്നത്. ഇത് കേട്ടിട്ട് അത്ഭുതത്തോടുകൂടി കമല എടുത്തു ചോദിക്കുന്നുണ്ട്, നീ പറയുന്നത് സത്യമാണോ അതോ വെറുതെ നുണ പറയുവാണോ? ഞാൻ പറഞ്ഞത് സത്യമാണെന്നാ രഞ്ജിനി വീണ്ടും പറയുന്നത്. ഇത്രയും കേട്ട പക്ഷേ വൈജയുടെ ഫുൾ കൺട്രോളും പോയി ആകെ ദേഷ്യപ്പെടുകയാണ് എല്ലാവരോടും. മനു, ശിവേട്ട, ഇതാ കേട്ടില്ലേ, നിങ്ങൾ രണ്ടുമല്ലായിരുന്നോ അവൾക്ക് ഫുൾ സപ്പോർട്ട്? ഇപ്പം എന്താ കണ്ടില്ലേ കള്ളി വിളിച്ചതായത്? എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ബാലനുണ്ടാക്കിയ വെറുമൊരു പ്ലാനായിരുന്നു അലീന മകളാണെന്ന് പറഞ്ഞത്. എന്താ ഞാനിപ്പോൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നും പറയാനില്ലേന്നാണ് വൈജയുടെ ചോദ്യം. ഇതിനെ സപ്പോർട്ട് ചെയ്ത് കമലയും ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലായിരുന്നോ എല്ലാവരോടും പറഞ്ഞു നടന്നത്? അലീന കാരണം ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ? ഞാനും ബാലനുമായി തെറ്റി, മക്കള് അച്ഛനോട് മിണ്ടാതെ പോലുമായി, ഞങ്ങളുടെ കുടുംബം തന്നെ രണ്ട് വഴിക്കായി. എന്തായാലും ഇതൊന്നും ഈശ്വരൻ വെറുതെ കാണാതെ പോവില്ലല്ലോ. ശിവേട്ടനോട് വീണ്ടും വൈജ ചോദ്യം ആവർത്തിക്കുമ്പോൾ, നീയൊന്നും മിണ്ടാതിരിക്കുക, ബാക്കി കൂടി രഞ്ജിനി പറയട്ടെന്നാണ് ശിവേട്ടൻ പറയുന്നത്. ബാക്കിയൊന്നും എനിക്കറിയില്ല, ആകെ ഇത്രയും മാത്രമേ ബബിത എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് രഞ്ജിനി മറുപടി പറയുന്നു. എങ്കിൽ പിന്നെ ബാലിനത് നേരത്തെ പറയാറുന്നില്ലേ, എന്തിനാ കള്ളം പറഞ്ഞതെന്നാണ് വൈജയുടെ ചോദ്യം. കമലയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശിവേട്ടന്റെ സ്ഥാനത്ത് ഞാൻ മറ്റോ ആയിരുന്നെങ്കിൽ നേരിട്ട് കണ്ട് ബാലിനേന്ദ്രന്റെ മുഖം അടിച്ചു പൊളിച്ചേനെ. ഇതിന് ബാലൻ ടൂറിലല്ലേ, നേരിട്ട് വരുമ്പോൾ ഞാൻ വിവരം തിരക്കാമെന്നാണ് ശിവേട്ടന്റെ മറുപടി. വൈജ ഇപ്പോൾ മനുവിനോടെ ചോദിക്കുന്നുണ്ട്, മനു, നീ അവളെ കെട്ടുവെന്നും മറ്റും പറഞ്ഞ് നടന്നല്ലേ, ഇപ്പോൾ നിന്നെ കൂടി അവൾ ചതിച്ചില്ലേ? വൈജ പല ആവർത്തി പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. മനു അവസാനം സഹി ഇട്ടെന്നോണം വൈജയോട് പറയുന്നുണ്ട്, ആൻറ്റി, അതിന് അങ്കിള് ടൂറ് പോയേക്കുമല്ലേ, തിരിച്ചു വരട്ടെ, എന്നിട്ട് വേണ്ട നമുക്ക് ചെയ്യാം. മനുവിൻ്റെയും ശിവേട്ടൻ്റെയും ഈ തണുത്ത മട്ട് വൈജയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ് തനിക്കുണ്ടായ അത്ര ദേഷ്യത്തിൽ പോലും ഒന്നും സംസാരിക്കാത്തത്? പക്ഷേ അവർ രണ്ടും അത് കാര്യമാക്കുന്ന പോലുമില്ല. ഈ സമയം ശിവേട്ടന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ശിവേട്ടന്റെ സ്വന്തം വക്കീലായിരുന്നു. എന്താ റെഡിയായിട്ട് ഇറങ്ങുക, എങ്ങും പോയേക്കരുതെന്നാണ് ശിവേട്ടന്റെ മറുപടി. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കമല. എന്താ, എങ്ങോട്ടേക്കാ യാത്ര? ഹരിയെ ഹാജരാക്കുമ്പോൾ ജാമ്യം ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കാൻ നേരിട്ട് ചെല്ലാനായിട്ടാണ് അയാൾ പറഞ്ഞേക്കുന്നതെന്ന് ശിവേട്ടൻ മറുപടി പറയുന്നു. ഇത് കേൾക്കുന്ന കമല, എന്താ ഹോട്ടലിലാണോ അതോ ബാറിലാണോ മീറ്റിംഗ്? എന്താ, ഞാൻ വക്കീലിനെ ബാറിൽ വെച്ച് മാത്രമേ കാണാറുള്ളൂ, എന്താ അതല്ലേ സത്യം എന്നാണ് കമലയുടെ ചോദ്യം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ എന്ന് കമല ഇപ്പോൾ ശിവേട്ടനോടായി ചോദിക്കുന്നു. എന്താ, നിങ്ങൾക്ക് രഞ്ജിനി പറഞ്ഞ കാര്യം നേരത്തെ അറിയാമായിരുന്നോ? നീ വീണ്ടും അതെടുത്തിടുകയാണെന്നാണ് ശിവേട്ടന് ചോദിക്കാനുള്ളത്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ബാലൻ വന്നിട്ടേ അതിനെപ്പറ്റി നീ സംസാരിക്കുമെന്ന്. എന്നാൽ കമല ശിവേട്ടനെ വിടാൻ ഒരുക്കമല്ല എന്നോണം പിടിച്ചു നിർത്തിയ ശേഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ, പിന്നെന്തിനാ അന്ന് അവളുടെ കാര്യം പറഞ്ഞ് ഇവിടെ കിടന്ന് അത്രയും വാദിച്ചത്? മറുപടിയെ ശിവേട്ടൻ, ഇപ്പോൾ എനിക്കും മനുവിനും കാര്യങ്ങൾ അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ബാലൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നന്മയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും അതിന് കൂട്ടുനിന്നത്. ഇത് കേട്ടപാടെ ദേഷ്യം വന്നോണം കമല, അപ്പോൾ മനുവിനും ഈ കാര്യമൊക്കെ അറിയാമായിരുന്നോ? എന്തായാലും അച്ഛനും കൊള്ളാം, മകനും കൊള്ളാം. ഇനി എങ്ങാനും നിങ്ങളുടെ പെങ്ങളുടെ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന ഇക്കാര്യം ഞാൻ എടുത്തിടും. ഞാൻ എന്തായാലും ഇത് മറക്കുമെന്ന് നിങ്ങൾ ഓർക്കണ്ട കേട്ടോ. മനുഷ്യങ്കരാകട്ടെ ഈ സമയം വീടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന രഞ്ജിനി മനുവിനോടെ ചോദിക്കുന്നു, മനസ്സെവിടെയാ, ഇവിടെയോ അതോ എറണാകുളത്തോ? എന്താടി അങ്ങനൊരു ചോദ്യം എന്നാണ് മനു തിരിച്ചു ചോദിക്കുന്നത്. മറുപടി രഞ്ജിനി, എന്തായാലും ഇവിടെ അല്ലെന്ന് ഉറപ്പാണ്, അപ്പോൾ എറണാകുളത്ത് തന്നെ. എന്താ ഏട്ടാ, അവരുടെ കൂടെ എറണാകുളത്തേക്ക് യാത്ര പോകാൻ പറ്റാത്തതിൽ വല്ല വിഷമമുണ്ടോ? വിഷമോ? എനിക്കോ? എന്ത് വിഷമം? അല്ലെങ്കിൽ തന്നെ അലീനയ്ക്ക് ഇനിയൊരു യാത്ര അവരുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമെന്നുണ്ടോ? അലീനയോ? ഞാൻ പറഞ്ഞത് എറണാകുളത്തെ ജോലിയിൽ നിന്ന് വർക്ക് ഫ്രം ഹോം എടുത്തതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള കാര്യമാണ്, അല്ലാതെ അലീനയെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. ഇത് കേൾക്കുന്ന മനു, ആണോ, ശരിക്കും നീ അതിനെ പറ്റിയല്ലേ ചോദിച്ചത്? എന്തായാലും എനിക്കൊരവസരം വരും ഇതേപോലെ, അന്ന് ഞാൻ നിന്നെ കളിയാക്കിക്കോളാം.
ഏട്ടാ അച്ഛൻ എവിടെ പോയതാ? മറുപടിയായി മനു അത് ഹരിയുടെ കേസിന്റെ വിഷയത്തിനായി വക്കീലിനെ കാണാൻ പോയതാ. എന്നാ പിന്നെ ഏട്ടനും കൂടി അച്ഛനൊപ്പം പോയായിരുന്നില്ലേ എന്നാണ് രഞ്ജനയുടെ ചോദ്യം. മറുപടിയായി മനു ഞാൻ പലതവണ പോയതാ, പക്ഷേ ഇനി ഒരു കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. രഞ്ജന ഇപ്പോൾ ഒരു ചോദ്യം മനുവിനോടായി ചോദിക്കുന്നു. ഏട്ടന് എന്താ ആഗ്രഹം? ഹരിയേട്ടന് ജാമ്യം കിട്ടണമെന്നാണോ അതോ ഇല്ലെന്നോ? മറുപടിയായി മനു അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ അവന് സ്വയം പശ്ചാത്താപമെങ്കിലും തോന്നൂ. അല്ലാതെ അവനെ വെറുതെ വിടണമെന്നോ മറ്റൊന്നും എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമില്ല. അവൻ കാര്യങ്ങളെല്ലാം തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം മനു നേരെ തിരിഞ്ഞ് രഞ്ജനയോടായി പറയുന്നുണ്ട്. നമ്മുടെ അമ്മ കറക്റ്റ് സമയത്ത് തന്നെ അവന് 4 പെട വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഈ സമയത്താണ് മനുവിന്റെ ഫോണിലേക്ക് ഗംഗാധര മേനോന്റെ കോള് വരുന്നത്. കോള് കണ്ടപാടെ മനു രഞ്ജനയോടെ പറയുന്നുണ്ട്. ആ വില്ലിച്ചനാണല്ലോ വിളിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത ശേഷം മനു ഗംഗാധരനോടെ ചോദിക്കുന്നു. എന്താ വില്ലിച്ച, എന്താ കാര്യം? മനു നിന്റെ അച്ഛൻ എന്തിയെ? ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മറുപടി മനുശങ്കർ അച്ഛൻ വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഫോൺ സൈലന്റിലാക്കി കാണും. വക്കീലിനെ കാണാനോ? എന്താ കാര്യമെന്ന് ഗംഗേട്ടൻ തിരക്കുമ്പോൾ അത് ഹരിയുടെ ജാമ്യത്തിനായിട്ട്. എന്നാൽ ഇത്തവണയും ജാമ്യം കിട്ടുമെന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. ഇത്തവണ ഉറപ്പായും കിട്ടുമെന്നാണ് അച്ഛൻ പറയുന്നതെന്ന് മനു മറുപടി പറയുന്നു. എന്താ വിളിച്ച, എന്തിനാ വിളിച്ചേ? എന്താന്നുള്ളത് ഞാൻ നേരിട്ട് വന്നിട്ട് പറയാം. എന്തായാലും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക ഞാൻ. ഫോൺ കട്ട് ചെയ്ത ശേഷം മനു എന്തോ ആലോചിച്ച് നിൽക്കുകയാ. ഇത് കണ്ടിട്ട് രഞ്ജനി ചോദിക്കുന്നുണ്ട്. എന്താ ഏട്ടാ എന്തിനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? വേറൊന്നുമല്ല, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് തന്നെ വലിയച്ഛൻ ഇങ്ങനെ വരണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇത് കേട്ടിട്ട് മനുവിനെ ഒന്ന് കളിയാക്കാനെന്നോണം രഞ്ജനി പറയുന്നുണ്ട്. ഓ അതാണോ ഈ പാടത്ത് നിൽക്കുന്ന കൊക്കിനെ കണക്ക് ഇങ്ങനെ നിൽക്കുന്നത്? ഇത് കേട്ടിട്ട് രഞ്ജനിയോടെ മനു തിരിച്ചു ചോദിക്കുന്നു. അതിന് നീ മുമ്പ് പാടത്തെ കൊക്കിനെ കണ്ടിട്ടുണ്ടോ? അതിനുശേഷം മനുശങ്കറിന്റെ കയ്യിലെ ഗ്ലാസ് മേടിച്ച് ഞാൻ കൊണ്ട് കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞ് രഞ്ജനി അകത്തേക്ക് പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.